ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. 2017 നെയ്മർ ജൂനിയർ ലോക റെക്കോർഡ് തുകക്ക് ബാഴ്സ വിട്ടുകൊണ്ട് PSG പോയത്. എന്നാൽ PSG അദ്ദേഹത്തിൻ്റെ കരിയർ പൂർണ്ണമായിരുന്നില്ല. പരിക്കുകൾ പലപ്പോഴും അദ്ദേഹത്തെ തളർത്തി എന്നുള്ളത് ഒരു വസ്തുതയാണ്. വലിയ പ്രതീക്ഷകളോടുകൂടി അദ്ദേഹം PSG എത്തിയിരുന്നുവെങ്കിലും അതിനോട് നീതി പുലർത്താൻ നെയ്മർക്ക് കഴിയാതെ പോവുകയായിരുന്നു. പക്ഷേ നെയ്മർ പറയുന്നത് തൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്ക് സമയം, ഏറ്റവും മികച്ച സമയം അത് PSG എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ വരെ PSG എത്തിക്കാനൊക്കെ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പരിക്കുകളായിരുന്നു പലപ്പോഴും നെയ്മർക്ക് വില്ലനായിരുന്നത്. ഏതായാലും എന്തുകൊണ്ടാണ് അന്ന് PSG പോയത് എന്നതിനുള്ള ഒരു കാരണം നെയ്മർ ജൂനിയർ തന്നെ തൻ്റെ പുതിയ പോഡ്കാസ്റ്റിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഒരു അന്തരീക്ഷം മാറാൻ താൻ ആഗ്രഹിച്ചു, കൂടുതൽ ബ്രസീലിയൻ താരങ്ങളോടൊപ്പം കളിക്കാൻ താൻ ആഗ്രഹിച്ചു, അതിനു വേണ്ടിയാണ് PSG പോയത്, അല്ലാതെ ലോകത്തെ ഏറ്റവും മികച്ച താരമായി മാറാൻ വേണ്ടിയല്ല എന്നൊക്കെയാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരിക്കലും ലോകത്തെ ഏറ്റവും മികച്ച താരമായി മാറണം എന്ന ആഗ്രഹത്തോടു കൂടിയല്ല ഞാൻ PSG പോയത്. അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും കെയർ ചെയ്തിരുന്നില്ല, ഞാൻ ഒരിക്കലും അതിനുവേണ്ടി കളിച്ചിട്ടുമില്ല. ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് ഫുട്ബോളിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. കളിക്കുന്ന അന്തരീക്ഷം മാറാൻ ഞാൻ ആഗ്രഹിച്ചു, കൂടുതൽ ബ്രസീലിയൻ താരങ്ങളോടൊപ്പം കളിക്കാൻ ഞാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് ഞാൻ PSG പോയത്. ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. PSG നിന്നും പിന്നീട് അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടി വന്നിരുന്നു. പിന്നീട് അൽ ഹിലാലിലേക്ക് പോയെങ്കിലും വളരെ ചുരുങ്ങിയ മത്സരങ്ങൾ മാത്രമാണ് നെയ്മർക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്തിയ നെയ്മർ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അടുത്ത സമ്മറിൽ യൂറോപ്പിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത്. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.